നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നിങ്ങളുടെ അനുഭവങ്ങളെ പറ്റി സംസാരിക്കാം. ഞാൻ എത്ര തന്നെ നിങ്ങളോട് വസ്തുക്കളിലോ പുറം ലോകത്തോ സന്തോഷം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ പല പല സന്ദർഭങ്ങളിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടല്ലോ. ആ സന്തോഷം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന്, നമ്മൾ പച്ചവെള്ളത്തിൽ കൈമുക്കിയാൽ നമുക്ക് ഒന്നും തോന്നണില്ലല്ലോ. അതേസമയം നല്ല ചൂടുള്ള വെള്ളത്തിൽ കൈമുക്കിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്കൊരു നല്ല ആശ്വാസം തോന്നുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും. നമ്മളൊരു കാര്യം നേടാൻ അതിയായി ആഗ്രഹിക്കുകയും വളരെ കഷ്ടപ്പെട്ട് അത് നേടുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ ആശ്വാസം കിട്ടുന്നു. പക്ഷേ ആ ആശ്വാസത്തെ നമ്മൾ സന്തോഷമായി തെറ്റിദ്ധരിക്കുന്നു. ഇവിടെ ശരിക്കും നമ്മൾ അനുഭവിച്ചത് സന്തോഷമല്ല, മറിച്ച് നമ്മുടെ അതിയായ ആസക്തിക്ക് കിട്ടിയ ഒരു ആശ്വാസമാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഒരു വീട് വാങ്ങണം എന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ വസ്തുവിനോട് അതിയായ ആസക്തി ഉണ്ടാകുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ അതിന് ആവശ്യമായ പണമില്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് നമ്മൾ ഒരു വീട് വാങ്ങും. അപ്പോൾ നമ്മൾ അനുഭവിച്ച ആസക്തിയിൽ നിന്നും നമുക്ക് ഒരു ആശ്വാസം കിട്ടും. പക്ഷേ ആ ആശ്വാസം നമ്മൾ സന്തോഷമായി എടുത്തിട്ട് നമ്മൾ വിചാരിക്കും, ഞാനിപ്പോ സന്തോഷവാനാണ്. അതേപോലെ തന്നെയാ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തോട് നമ്മൾ വളരെ ആസക്തി ഉണ്ടാകുകയും അത് കിട്ടുമ്പോൾ നമുക്ക് ആശ്വാസവും ഉണ്ടാകുന്നു. ഇവിടെയും നമ്മൾ ഈ ആശ്വാസത്തെ സന്തോഷമായി തെറ്റിദ്ധരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ വീടിനോട് ഉള്ള ആസക്തിയുടെ അളവ് ഇപ്പോൾ കുറയുന്നു. അതേപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ഇഷ്ടം കുറയുന്നു. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, സന്തോഷം എന്നത് പുറം ലോകത്തോ പുറത്തുള്ള വസ്തുക്കളിലോ അല്ല ഉള്ളത്, മറിച്ച് മനസ്സിൽ ഉണ്ടാകുന്ന ആസക്തിയുടെ ആശ്വാസമാണ്. കാരണം സന്തോഷം ഒരു വസ്തുവിലാണ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അധികം കിട്ടുമ്പോൾ നമ്മുടെ സന്തോഷവും അധികമാവണ്ടേ, അല്ലാതെ കുറയാൻ പാടില്ലല്ലോ. അത് തെളിയിക്കുന്നത് മനുഷ്യൻ ഇതുവരെക്കും ശരിയായ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് ആസക്തിയിൽ നിന്നും ഉള്ള ആശ്വാസം മാത്രമാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ ജീവിതം ഒരു റോളർ കോസ്റ്റർ പോലാണ്. ആസക്തി, ആശ്വാസം, ആസക്തി, ആശ്വാസം, ഇങ്ങനെ. നമ്മൾ വിഡ്ഢികളാകുന്നത് രണ്ടിടങ്ങളിലാണ്. ഒന്ന്, ആസക്തിയിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം നമ്മൾ വിചാരിക്കും അതാണ് സന്തോഷമെന്ന്. അതേപോലെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം വ്യക്തികളും വസ്തുക്കളും ആണെന്ന്. അങ്ങനെ മനുഷ്യർ ഈ കെണിയിൽ പെടുന്നത് കൊണ്ടാണ് അവർ സന്തോഷം പുറം ലോകത്ത് തേടുന്നത്. സാധാരണ മനുഷ്യർ പറയുന്ന സന്തോഷം ശരിയായ സന്തോഷമല്ല, വെറും ആശ്വാസം മാത്രമാണ്. അതുകൊണ്ടാണ് അത് സ്ഥിരമായി നിൽക്കാത്തത്.
പക്ഷേ ഞാൻ സംസാരിക്കുന്നത് തികച്ചും വ്യത്യാസമായ സന്തോഷത്തെക്കുറിച്ചാണ്. ആ സന്തോഷം പരമമായ സത്യം മനസ്സിലാക്കിയും അത് തിരിച്ചറിഞ്ഞും മാത്രം നേടിയതാണ്. ആ തിരിച്ചറിവ് ഉണ്ടായ ഒരു മനുഷ്യൻ സന്തോഷം പുറം ലോകത്ത് തേടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഈ ജീവിത ചക്രത്തിന് ഒരു അവസാനമില്ല. നമ്മൾ പ്രതീക്ഷയോട് തേടിക്കൊണ്ടേയിരിക്കുന്ന ഈ സന്തോഷം വെറും ഒരു കൽപ്പന മാത്രമാണ്. യഥാർത്ഥ സന്തോഷം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷവും മോക്ഷവും നേടാൻ കഴിയും. നന്ദി, നമസ്കാരം.